നമസ്കാരം. കേരളം വിധി എഴുതിയത് ആർക്കനുകൂലമാകുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ ഇന്ന് പ്രത്യേക അതിഥിയാണ്. ആദ്യം അദ്ദേഹത്തിലേക്ക്. ശ്രീ NK പ്രേമചന്ദ്രൻ, എന്തുകൊണ്ടാണ് മറ്റൊരു സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വരാത്തത്രയും മാനസിക സമ്മർദ്ദം, ഈ പറയുന്ന വ്യക്തിഹത്യ, ഇതൊക്കെ താങ്കൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്? എനിക്ക് തോന്നുന്നത് CPM വ്യക്തമായ ഒരു അജണ്ടയായിരുന്നു കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ അറിയുന്നതും മനസ്സിലാക്കുന്നതും ശരിയെങ്കിൽ എന്ത് വില കൊടുത്തും കൊല്ലം തിരികെ പിടിക്കണമെന്നുള്ള നിർദ്ദേശമാണ് CPM നേതൃത്വത്തിൽ നിന്ന്, പ്രത്യേകിച്ചും അവരുടെ സംഘടനാ നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു കൃത്യമായ നിർദ്ദേശം. മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ എന്ത് വില കൊടുത്തും കൊല്ലം തിരികെ പിടിക്കണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പാർട്ടിയിൽ നിർദ്ദേശിച്ചതായിട്ടാണ് അവിടുത്തെ കൊല്ലത്തെ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള സീറ്റ് വിവാദത്തിൽ RSP ഒറ്റക്കെട്ടായി, പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ചൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടിൻ്റെ ഭാഗമായി നിന്നു പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ CPM നടത്തിയ പരിശ്രമങ്ങൾ ഒരു തരത്തിലും ഫലപ്പെടാതെ പോയി. അതവർക്ക് കനത്ത തിരിച്ചടിയായി. ആ തിരിച്ചടിയോടുള്ള വ്യക്തിഗതമായിട്ടുള്ള പകയാണ്, വിദ്വേഷമാണ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. RSP ഒറ്റക്കെട്ടാണ് താങ്കൾ വ്യക്തിപരമായി എടുത്ത തീരുമാനമല്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ശ്രീ NK പ്രേമചന്ദ്രനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ വ്യക്തിഹത്യ നടക്കുന്നു? ഇത് വ്യക്തിവിദ്വേഷം തീർക്കാൻ രാഷ്ട്രീയാതീതമായ എന്തെങ്കിലും അതിർത്തി വഴക്കല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വ്യക്തിപരതയിലേക്ക് ഇത് ഊന്നുന്നുവെങ്കിൽ അങ്ങ് ഒരു വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലും തരത്തിൽ പിഴവ് വരുത്തി അത് വിമർശിക്കുക തന്നെ വേണമെന്ന ബോധ്യമായിരുന്നോ മറുപക്ഷത്തിന്? അതങ്ങനെയെങ്കിൽ അങ്ങയുടെ സംഭാവനയാണ്. അല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, CPM സംസ്ഥാന നേതൃത്വമാണ്. 2014 തെരഞ്ഞെടുപ്പിൽ കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും നെറിയുടെയും നെറുകേടിൻ്റെയും രാഷ്ട്രീയത്തെക്കുറിച്ചെന്ന് പ്രചരിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 2019 തെരഞ്ഞെടുപ്പിൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ 2019 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും വീണ്ടും നെറുകേടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയും, അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായി RSS വൽക്കരിക്കാൻ, BJP വൽക്കരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ്. എൻ്റെ രാഷ്ട്രീയ പിതൃത്വത്തെയാണ് ഇപ്രാവശ്യം ചോദ്യം ചെയ്തത്. 1988 മുതൽ ഞാൻ CPM 2014 വരെ മുന്നണിയിൽ പഞ്ചായത്ത് അംഗം മുതൽ പാർലമെൻറ്റ് അംഗം വരെയും മന്ത്രിയായും രാജ്യസഭാംഗവുമായിട്ടും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും എൻ്റെ കുടുംബത്തിനോ കുടുംബ പശ്ചാത്തലത്തിനോ ഒരു തരത്തിലുള്ള സംഘീയ പാരമ്പര്യമോ RSS ബന്ധമോ പശ്ചാത്തലമോ ഉണ്ടായിരുന്നില്ല. 2019 തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും പരാജയപ്പെടുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ന്യൂനപക്ഷ സമൂഹത്തിൽ വലിയ തോതിൽ സംശയത്തിൻ്റെ വിത്ത് വിതച്ച് ആശങ്കയുടെ കാർമേഘമുണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്തുക എന്ന വ്യക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് BJP വൽക്കരിക്കാൻ വേണ്ടി എൻ്റെ രാഷ്ട്രീയ പിതൃത്വത്തെ, രാഷ്ട്രീയ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രചരണം. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്രയോ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. പോട്ടെ, അതെല്ലാം വിടാം. 5 വർഷക്കാലം പാർലമെൻറ്റ് അംഗമായിരുന്ന ഒരാൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തണ്ടേ? നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പാർലമെൻ്ററി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പോരായ്മകളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ പറയണം. അത് സംവദിക്കാം, ചർച്ച ചെയ്യാം. ഇവിടെ എന്താ തുടങ്ങിയ ദിവസം മുതൽ കഴിഞ്ഞ 2-3 മാസക്കാലമായി ഒരൊറ്റ സിംഗിൾ പോയിൻ്റ് അജണ്ട. അതും കേരളത്തിൻ്റെ ഒരു ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ കേരളം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം. ഞാൻ ഏറ്റവും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അവിടെ കൊല്ലത്തൊരു ഹോട്ടലിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പോയി, ജമാഅത്തുകളിൽ പോയി, അവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റുമാരോട്, അവിടുത്തെ ഇമാംമാരോട് നേരിട്ട് പറയുകയാണ്, ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ RSSൽ പോകും, BJPയിൽ പോകും. അയാളുടെ കുടുംബ പശ്ചാത്തലം RSS ആണ്. ഈ നിലയിലുള്ള ഒരു ക്യാമ്പയിൻ തോമസ് ഐസക്കിനെ പോലെയുള്ള ആൾക്കാർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞ പരാമർശത്തെ എന്തിന് അദ്ദേഹത്തെ കുറ്റം പറയണം?
എന്തൊരു ബാലിശമായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. ശ്രീ പ്രേമേന്ദ്രൻ, കഴിഞ്ഞ 5 വർഷം പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കൊല്ലത്ത് മുഖ്യമന്ത്രി വന്ന് സംസാരിക്കുന്നു മാധ്യമങ്ങളോട്. പരനാറി പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു, പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു. പിന്നീടുള്ള വരികൾ നോക്കൂ. രാഷ്ട്രീയത്തിൽ നെറി വേണം, ആ നെറി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അന്ന് LDF-നോട് ചെയ്തത് UDF-നോട് ചെയ്യില്ലെന്ന് ആര് കണ്ടു? ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഈ അടുത്ത കാലത്തായി UDF വിട്ട് ബഹുമാനപ്പെട്ട ശ്രീ MP വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ UDF വിട്ട് LDF-ൽ ചേർന്നു. അത് ശ്രീ MP വീരേന്ദ്രകുമാറും MV ശ്രേയംസ് കുമാറും ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടി ഐകകണ്ഠേന എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി അവർ UDF വിട്ടു, അവർ LDF-ൽ ചേർന്നു. ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനം എടുത്തതിൻ്റെ പേരിൽ MP വീരേന്ദ്രകുമാറിനെയോ MV ശ്രേയംസ് കുമാറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ നേതൃത്വത്തെയോ അധിക്ഷേപിക്കാൻ UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായോ? ഇത് ശരിയാണ്. അതുകൊണ്ടാണ് താങ്കളെ ഇന്ന് പ്രത്യേകമായി ഈ ചർച്ചയിൽ ക്ഷണിച്ചത് ശ്രീ പ്രേമേന്ദ്രൻ. ഒരു സ്ഥാനാർത്ഥിക്കും ഒരു രാഷ്ട്രീയ നേതാവിനും നേരിടേണ്ടി വരാത്ത തരത്തിലുള്ള വ്യക്തിഹത്യയാണ് അങ്ങേക്ക് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ശ്രീ പ്രേമേന്ദ്രൻ, എന്തുകൊണ്ട് നരേന്ദ്രമോദി കൊല്ലത്ത് വന്നു? ആരാണ് അതിന് കരുക്കൾ നീക്കിയത്? രാജ്യത്തെവിടെയെങ്കിലും ഒരു ബൈപ്പാസ് ഒരു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? ആര് പ്രധാനമന്ത്രിക്ക് ഇത്തരമൊരു അവസരം നൽകി ശ്രീ പ്രേമേന്ദ്രൻ? അതുകൊണ്ടാണ് അന്ന് പരനാറി എന്ന പ്രയോഗത്തിൽ നിന്ന് ഇന്ന് സംഖ്യ എന്നതിലേക്ക് CPM അവരുടെ പ്രതിരോധത്തിന്റെ മൂർച്ച കൂട്ടിയത്. ഒരിക്കലുമല്ല വേണു, ഒരിക്കലുമല്ല. എനിക്കറിയാം എന്താണ് കാര്യം. കാരണം കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ കാര്യം ഒരുപാട് പ്രാവശ്യം നമ്മൾ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ്. അതൊന്നാകെ ഞാൻ ഈ അവസരത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഏത് വിധേനയും അതിൻ്റെ പ്രവർത്തനം നീട്ടിക്കൊണ്ടു പോകാനുള്ള ബോധപൂർവമായ നീക്കം നടത്തി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി അത് പൂർത്തീകരിക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തി. നിങ്ങൾക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലം എങ്ങനെയായിരുന്നു CPM കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എന്നെ കോർണർ ചെയ്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗമായിട്ടുള്ള എന്നെ പോലും ക്ഷണിക്കാതെ അവിടെ ജനപ്രതിനിധിയല്ലാത്ത ഇപ്പോൾ മത്സരിക്കുന്ന ശ്രീ ബാലഗോപാൽ പല ചടങ്ങുകളിലും പങ്കെടുക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ ശ്രീ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ ബോധപൂർവമായി അവഗണിക്കുക മാത്രമല്ല, അപമാനിക്കുന്ന നിലയിൽ, ഇൻസൾട്ട് ചെയ്യുന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ശരി, പക്ഷേ അതിനുള്ള മറുകൃതി എന്നത് നരേന്ദ്രമോദിയെ എത്തിക്കാനുള്ള ഇടനില പ്രവർത്തനത്തിലേക്ക് പോവുകയായിരുന്നോ എന്നാണ് അവരാക്ഷേപിക്കുന്നത്. ഇതെന്റെ വാക്കുകളല്ല ശ്രീ പ്രേമേന്ദ്രൻ. ഒരിക്കലുമല്ല. നരേന്ദ്രമോദിയെ ഞാൻ ക്ഷണിച്ചിട്ടില്ല, പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നരേന്ദ്രമോദിയെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. അവിടെ സംഭവിച്ചത് എന്താ? കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഞാൻ ക്ഷണിച്ച് ഡേറ്റ് തരണമെന്ന് ആവശ്യപ്പെട്ടു. 2019 ഡിസംബർ മാസത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം 2019 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് എന്നോട് സമ്മതിച്ചു. ഞാനത് വാർത്താക്കുറിപ്പ് കൊടുത്തു. ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ K. സുധാകരൻ്റെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പ്, ബൈപ്പാസ് ഫെബ്രുവരി മാസം 4-ാം തീയതി കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര മന്ത്രാലയം അറിഞ്ഞില്ല, അവിടുത്തെ മന്ത്രി അറിഞ്ഞില്ല, വകുപ്പ് അറിഞ്ഞില്ല, ഇതാരും അറിഞ്ഞില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് സംസ്ഥാന മന്ത്രി ഉദ്ഘാടന തീയതിയും സമയവും ഉദ്ഘാടനം തീരുമാനിച്ചറിയുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു, BJP നേതൃത്വം ഇടപെട്ടു. ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമാണ്, നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. ശ്രീ മുരളീധരൻ, V. മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടു. അവരുടെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ വരാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാതെ ചെയ്യുമ്പോൾ അവർ ശക്തമായി രാഷ്ട്രീയമായി ഇടപെട്ടു. BJP-യുടെ പരിപാടിയോടനുബന്ധിച്ച് അവർ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു. പ്രധാനമന്ത്രി സ്വമേധയാ താല്പര്യം പ്രകടിപ്പിച്ചു വന്നു. പ്രധാനമന്ത്രി സ്വമേധയാ താല്പര്യം പ്രകടിപ്പിക്കുമോ? അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ സാധ്യത തുറന്നു കൊടുത്തത് അങ്ങയുടെ കൈകളാണ് എന്നതുകൊണ്ടാണ് വിമർശന വിധേയനായത്. അല്ല, BJP-യുടെ രാഷ്ട്രീയമുണ്ടതിൽ. BJP-ക്ക് രാഷ്ട്രീയമില്ലേ? BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ്, പ്രത്യേകിച്ചും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം 44 വർഷക്കാലമായി വേഴാമ്പലിനെ പോലെ വെള്ളത്തിന് വേണ്ടി വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ കൊല്ലം ജനത കാത്തിരിക്കുന്ന ഒരു ചിരകാല വികസന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് പോലും അറിയാതെ സംസ്ഥാന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് ആരുദ്ഘാടനം ചെയ്താലും എന്നെ സംബന്ധിച്ച് ഒരു തടസ്സവുമില്ല. ഞാനന്ന് പറഞ്ഞതാണ്, എനിക്കത് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് പരസ്യമായി പറഞ്ഞതാണ്.
അത് BJPയുടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാൻ പ്രധാനമന്ത്രി വരണ്ട എന്ന് ഞാൻ പറയണമോ? എൻ്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുന്നത് വേണ്ട എന്ന് ഞാൻ പറയണമോ? ഇതിനൊക്കെ രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വന്നു എന്നാണ് പിന്നീടുള്ള താങ്കളുടെ അനുഭവം ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ പ്രേമേന്ദ്രൻ, ഒരു കാര്യം കൂടി, അടുത്തതായി താങ്കൾക്കെതിരെ വന്ന ആക്ഷേപം അല്ല, അവിടെ ബി ജെ പി താങ്കളോട് മൃദു സമീപനം പുലർത്തുന്നു എന്നായിരുന്നു. KV സാബുവിനെ ആർക്കറിയാം? എന്തുകൊണ്ട് NK പ്രേമേന്ദ്രനെ പോലൊരു പ്രബലനെ വീഴ്ത്തുന്നതിൽ ശക്തമായ ത്രികോണ മത്സരം പല സ്ഥലങ്ങളിലും കാഴ്ചവെക്കാൻ മുതിർന്ന BJP തുനിഞ്ഞില്ല? ഇതൊക്കെയാണ് CPM-ന് എതിർവാദമുഖങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള സംശയാസ്പദമായ സാഹചര്യം സൃഷ്ടിച്ചത്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഈ KV സാബു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ച് ഇടുക്കിയിൽ മത്സരിച്ച് ജോയിസ് ജോർജ് വിജയിച്ചു. അതിനു മുമ്പ് TM ജേക്കബ് മത്സരിച്ച് 1996-ൽ TM ജേക്കബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇതേ KV സാബു അവിടെ മത്സരിച്ച് വോട്ട് പിടിച്ചു. അന്ന് TM ജേക്കബിനെ പരാജയപ്പെടുത്തി മറ്റൊരു ജേക്കബ്, CPM-ന്റെ ജേക്കബ് വിജയിച്ചു. KV സാബുവിൻ്റെ സ്ഥാനാർത്ഥി നമുക്കറിയാം. കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി ഇതര ജില്ലകളെ അല്ലെങ്കിൽ ഇതര ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന സംഘടനാപരമായിട്ടുള്ള സ്വാധീനം കുറവുള്ള മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതിനുശേഷം അവർ നിയമസഭാ സീറ്റിൽ കുറെ കൂടി അവരുടെ നില മെച്ചപ്പെടുത്തി. അവരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെത്രയോ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അപ്രസക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. ഇവിടെ മാത്രം ഈ സ്ഥാനാർത്ഥിയെ നിർത്തി. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ CPM-ന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ പല ആളുകളും BJPയുടെയും RSSന്റെയും വീടുകളിൽ പോയി. ഞാനതൊക്കെ പറയാത്തത് എൻ്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ടാണ്. പലരും പോയി അഭ്യർത്ഥിക്കുകയും ശുപാർശയും ചെയ്ത് BJPക്ക് വോട്ട് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്ന ജോലിയാണോ CPM-നുള്ളത്? എപ്പോഴും അവർ പരാതി BJPക്ക് വോട്ട് കൂടുതൽ വാങ്ങിക്കുന്നില്ല, അവർക്ക് BJPക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആർക്കെങ്കിലും തെളിയിക്കാമോ BJPയുടെ ഏതെങ്കിലും ഒരാളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ പരോക്ഷമായിട്ടുള്ള പരാമർശമോ നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ BJPയെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞാൽ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആടിനെ പട്ടിയാക്കുക, പട്ടിക്ക് പേ ഉണ്ടെന്ന് പറഞ്ഞ് പേപ്പട്ടി എന്ന് വിളിക്കുക, തല്ലിക്കൊല്ലുക എന്ന ഗീബൽസ്യൻ പ്രചരണ തന്ത്രമാണ് CPM കൊല്ലം ശരി. എനിക്കിനി 3 ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ശ്രീ NK പ്രേമേന്ദ്രൻ CPM-നെതിരെ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഉയരാത്ത ഒരു ആക്ഷേപമാണ് കൊല്ലത്ത് നിന്ന് ഉയർന്നത്. വോട്ടിന് പണം കൊടുക്കുന്നു എന്ന് ഒരു MLA-യുടെ നേതൃത്വത്തിൽ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുമായി ചർച്ച നടന്നുവെന്ന്. ഉമ്മൻചാണ്ടിയെ പോലൊരു പ്രമുഖനാണ് അത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. ശ്രീ പ്രേമേന്ദ്രൻ അതിൻ്റെ അണിയറ രഹസ്യങ്ങൾ അറിയാമായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഗൗരവതരമായ സംഭവം നടന്നിട്ടുണ്ട്. ഒരു ഇവന്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ ഉപയോഗിച്ചുകൊണ്ട് 210 പേരെ പ്രത്യേകമായി ഡെപ്യൂട്ട് ചെയ്തുകൊണ്ട് ചുമതലപ്പെടുത്തിക്കൊണ്ട് ക്യാഷ് ഫോർ വോട്ട് എന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇവന്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു. ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ടു എന്നാണ് പലരിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രേഖാമൂലമാണല്ലോ കൊടുത്തത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറും ഒപ്പിട്ട് രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. ഈ കാര്യത്തെ സംബന്ധിച്ച് ഷിബു ബേബി ജോൺ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. രണ്ടാമത്തെ ചോദ്യം ശ്രീ പ്രേമചന്ദ്രൻ അന്വേഷിക്കുന്നില്ല. ശരി, ശ്രീ പ്രേമചന്ദ്രൻ, രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിക്ക് അങ്ങയോട് വിരോധമുണ്ട്? എനിക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ ഈ 3 വർഷക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്നു. അപ്പോൾ MP എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ സഹകരണത്തിന് അങ്ങനെ ഒരു ദോഷവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കൃത്യമായി എനിക്ക് അറിയിപ്പ് ലഭിക്കാറുണ്ട്. പലപ്പോഴും കൊല്ലത്തെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ അറിയിപ്പ് ലഭിക്കാറില്ല. ഞാൻ പങ്കെടുക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തിഗതമായ ഒരു വിദ്വേഷവും ഒരു പ്രതികാര ബുദ്ധിയും പകയും ഒന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ സംബന്ധിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇപ്രാവശ്യവും വന്ന് കൊല്ലത്ത് പ്രസംഗിച്ചപ്പോൾ എന്തോ വ്യക്തിഗതമായിട്ടുള്ള കനത്ത പകയുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ
അതിനേക്കാൾ ഇപ്പോൾ ഇത് അദ്ദേഹം പറയുന്നതിനേക്കാൾ എനിക്ക് ഡോക്ടർ തോമസ് ഐസക്കിനോടാണ്. അദ്ദേഹം ഇതൊന്ന് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഗീബൽസിയൻ പ്രചരണമല്ലേ ഡോക്ടർ തോമസ് ഐസക്. ശരി, എന്റെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ചോദ്യം ശ്രീ പ്രേമേന്ദ്രൻ, മാസങ്ങൾ നീണ്ടുനിന്ന വ്യക്തിഹത്യ തളർന്നുപോയോ? ഏതെങ്കിലും ഘട്ടത്തിൽ വിഷമിച്ചോ? പല ഘട്ടങ്ങളിലും ഞാൻ വിഷമിച്ചു, നല്ലതുപോലെ വിഷമിച്ചു, മാനസികമായി തളർന്നു. തളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഞാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം എൻ്റെ മനസ്സിൻ്റെ ഭാഗമാണ്, എൻ്റെ ചിന്തയുടെ ഭാഗമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് CPM-നോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷ മനസ്സ് എന്ന വികാരമല്ല ഞാൻ പങ്കുവെക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഞാൻ 1988 പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുന്നത് RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മൺവട്ടിയും മൺകോരിയും ചിഹ്നത്തിലാണ്. നാളെ വരെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പിൽ മത്സരം ഞാൻ പാർട്ടി വിട്ടിട്ടില്ല, കാല് മാറിയിട്ടില്ല, കൂറ് മാറിയിട്ടില്ല. ഇന്നേവരെ 5 വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഏകാംഗ പാർട്ടിയാണ്. എനിക്ക് അധികാര സ്ഥാനത്തിന് വേണ്ടി കാല് മാറണമെങ്കിൽ, കൂറ് മാറണമെങ്കിൽ, RSSO BJPയോ ആകണമെങ്കിൽ അന്നാകാമായിരുന്നല്ലോ. 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടത് ഒറ്റ വോട്ടിനാണ്. രാജ്യം ഉറ്റുനോക്കിയ ഒരു വിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയായിരുന്നു, അന്നാകാമായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ രാഷ്ട്രീയമായ വ്യക്തിത്വത്തെയും രാഷ്ട്രീയ പിതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് പ്രചണ്ഡമായിട്ട് 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം, 3 മന്ത്രിമാർ, ഗ്രാസ് റൂട്ടിലെ പോളിറ്റ് ബ്യൂറോ മുതൽ ബ്രാഞ്ച് തലം വരെ, ബൂത്ത് തലം വരെ വന്ന് പ്രചരണം നടത്തുക. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ RSS ആണ്, BJP ആണ്. ഇയാൾ ജയിച്ചാൽ BJP പോവും, RSS പോവും, നിങ്ങൾ വോട്ട് കൊടുക്കരുത് പറയുന്നത് ആരോട്? ന്യൂനപക്ഷ സമൂഹത്തോട്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, സാമുദായികമായിട്ടുള്ള പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണത്തിന് ഒരു ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അതൊരു പ്രധാന ഫോക്കൽ പോയിന്റായി, ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായി ഏറ്റെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയമാണ്? സ്വാഭാവികമായും തളർന്നു പോകും. ഞാൻ പറയണ്ടേ എൻ്റെ പിതാവിനെ കുറിച്ച്, എൻ്റെ പിതാവ് ഇന്നയാളാണ് എന്ന് ഞാൻ വിളിച്ചു പറയണമോ? ഞാൻ RSP ആണ്, ഞാൻ ഒരിക്കലും BJP പോകില്ല എന്ന് ഞാൻ സാധൂകരിക്കണമോ, ദൃഢീകരിക്കണമോ? അങ്ങനെ ഒരാൾക്ക് വരുന്നൊരവസ്ഥ, തൻ്റെ പിതാവ് ഇന്നയാളാണ് എന്ന് സ്ഥിരീകരിക്കാനും തെളിയിക്കാനും ഒരാളോട് അവകാശപ്പെടുന്ന നിലയിൽ ഒരു ക്യാമ്പയിൻ കൊണ്ട് ചെന്ന് എത്തിക്കുക എന്ന് പറയുമ്പോൾ മാനസികമായി തളർന്നു പോകും, മാനസികമായും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു വിഭാഗം ന്യൂനപക്ഷ സമൂഹത്തിൽ ആശങ്കയുണ്ടായി, അവർക്ക് പിന്നീട് അത് മനസ്സിലായി, അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ മാനസികമായി തളർത്തുക, ദുർബലപ്പെടുത്തുക, അങ്ങനെ എന്താക്ഷേപങ്ങൾ ഓരോ ദിവസവും ഓരോ വിവാദമെടുത്ത് അതിനെ പർവ്വതീകരിച്ച് സോഷ്യൽ മീഡിയ ഉണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന്. ശരി, ഞാൻ ഇടപെടുകയാണ് ശ്രീ പ്രേമേന്ദ്രൻ. അതിവൈകാരികമായിരുന്നു താങ്കളുടെ പ്രതികരണം. താങ്കളുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ, താങ്കളുടെ രാഷ്ട്രീയ സ്വത്വത്തെ, പൈതൃകത്തെ, പിതൃത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായത് എന്നാണ് അങ്ങ് പ്രതികരിച്ചത്. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അങ്ങും പരിശ്രമിച്ചു, അങ്ങേ ആക്രമിച്ചു എന്ന് പറയുന്ന വിഭാഗവും പരിശ്രമിച്ചു. ജനം എന്താണ് വിധി എഴുതിയത് എന്ന് 23-ാം തീയതി കാണാം ശ്രീ പ്രേമേന്ദ്രൻ. അന്ന് അങ്ങ് വരിക. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് ജനവിധി ഏത് രൂപത്തിൽ പ്രതിഫലിച്ചു വോട്ടെടുപ്പിൽ എന്നതിൻ്റെ പ്രതികരണങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. വലിയ രൂപത്തിലുള്ള ജനപങ്കാളിത്തമാണ് വോട്ടെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം അധികരിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തോടെ വോട്ടർമാർ ഇത്തവണ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. അത് എന്ത് സൂചന നൽകുന്നു എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? ഒരു വലിയ മാറ്റം രാജ്യത്തുണ്ടാകണമെന്നുള്ള ആഗ്രഹം കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ രൂഢമൂലമായി തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും അത് പ്രകടമായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ മാറ്റി പുതിയൊരു ഗവൺമെൻറ്, ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാകണം. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ആ ഒരു വലിയ വികാരം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയും അധികം പോളിംഗ് കൂടാനുള്ള കാരണം. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ എൻ ഷംസുദ്ദീൻ ML, ഇവിടെ മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ താരതമ്യേന പോളിംഗ് ശതമാനം കുറവായിരുന്നു എന്നാണ് പ്രാഥമികമായ കണക്കുകൾ. അങ്ങനെയെങ്കിൽ ഈ ശ്രീ ജോസഫ് വാഴക്കൻ പറയുന്ന വികാരം
അത് ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലാണ്. അവർക്ക് നല്ല പ്രാമാണ്യമുള്ള മണ്ഡലങ്ങളിൽ അത് പ്രകടമാകുന്നില്ല എന്നാണോ കരുതേണ്ടത്? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇപ്പോൾ ആദ്യത്തിൽ വന്ന കണക്കുകളിൽ പോളിംഗ് ശതമാനത്തിൽ ചെറിയ കുറവ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല ബൂത്തുകളിലും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. പോളിംഗ് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. പൊതുവെ പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് സ്ത്രീകൾ ധാരാളമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്നതൊക്കെ. അപ്പോൾ ഒരു 75-നും മുകളിലേക്ക് 77 ഒക്കെ കണ്ട് കഴിഞ്ഞ 2009-ലാണ് 77% പൊന്നാനിയിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായത്. അതിലേക്ക് എത്തും. ഈ മലപ്പുറവും പൊന്നാനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. ശരി. പിന്നെ പോളിംഗ് പെർസെൻറ്റേജിലെ നേരിയ ഇടിവ് അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കുറവ് കൊണ്ടല്ല. സത്യത്തിൽ പല മേഖലകളിലും ഇടതുപക്ഷ ക്യാമ്പുകൾ വളരെ നിർജീവമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതുകൂടി ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ശരി. ശ്രീ കൃഷ്ണദാസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സാധാരണഗതിയിൽ ഈ പരമ്പരാഗതമായൊരു സങ്കല്പം ജനങ്ങൾ വലിയ തോതിൽ ഇറങ്ങി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടിംഗ് ശതമാനം അങ്ങ് കുത്തനെ ഉയർന്നാൽ അത് UDF-ന് അനുകൂലം. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ ഷംസുദ്ദീൻ പറയുന്നു, മലപ്പുറവും പൊന്നാനിയും മണ്ഡലങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ വോട്ടർമാർ വിമുഖത കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക്. അപ്പോൾ ഇത് തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ മുന്നിലുള്ള ഒന്നാമത്തെ യാഥാർത്ഥ്യം വലിയ തോതിൽ ആവേശത്തോടെ വോട്ടർമാർ അവരുടെ അധികാരം വിനിയോഗിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ അത് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണോ? വേണോ, എനിക്ക് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ദയവായിട്ട് നിങ്ങൾ ഇടപെടരുത്. എന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടി പറയാൻ ബാധ്യസ്ഥനായിരുന്നു. ഇന്ന് ഏതാണ്ട് 100-ലധികം ഇന്ത്യയിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പല ആളുകൾ മത്സരിച്ചിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു, അമിത്ഷാ മത്സരിച്ചിരുന്നു, പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മത്സരിച്ചിരുന്നു. അങ്ങനെ വളരെ പ്രമുഖരുണ്ടായിരുന്നു. കേരളത്തിൽ 20 മണ്ഡലത്തിലും ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്നാണ് നടന്നത്. ഇതിൽ എന്ത് പ്രത്യേകതയാണ് ഇപ്പം നിങ്ങൾ നേരത്തെ അരമണിക്കൂർ നേരം ചർച്ച ചെയ്ത ഈ കൊല്ലത്ത് മത്സരിച്ച UDF-ൻ്റെ സ്ഥാനാർത്ഥിക്കുള്ളത്? എന്തിനാണ് നിങ്ങൾ ഞങ്ങളേക്ക് വിളിച്ചിരുത്തിയിട്ട് ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അജണ്ട സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ ചർച്ച ചെയ്തോളാം. അത് എന്നെ വിളിച്ചിരുത്തിയിട്ട് അത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഓൾ, ഹൂ ഈസ് ഹി? ഈ 20 മണ്ഡലത്തിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥികൾ ഒരാൾ എന്നുള്ളതിൽ എന്ത് പ്രത്യേകത ആ വിദ്വാനുള്ളത്? അപ്പോൾ അത് നിങ്ങൾ ചെയ്തത് മാന്യമായില്ല, അന്തസ്സില്ലായ്മ ചെയ്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും പെയ്ഡ് ന്യൂസ് വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അയച്ചിട്ട് പിന്നെ ഞങ്ങളെ ചർച്ച ചെയ്യുകയാണ്. അതിന് ഞങ്ങളെ വിളിച്ചിരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കോളാം. അതിന് ഞങ്ങളെയൊന്നും അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് പറയാനായിരുന്നു. ആഫ്റ്റർ ഓൾ, ഹൂ ഈസ് ഹി ഔട്ട് ഓഫ് ദി 20 കാൻഡിഡേറ്റ്സ് കണ്ടസ്റ്റഡ് ടുഡേ? ശരി സാർ, എന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഇനി ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ തരംഗം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ. വോട്ടിംഗ് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. കുറേയധികം ബൂത്തുകളിൽ ആളുകൾ വോട്ടർമാർ ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് തന്നെ ചില ബൂത്തുകളൊന്നും ഇപ്പോഴും ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടേത് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ചാനലിൽ കാണിക്കുന്ന ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് അന്തിമമാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. നിങ്ങൾക്കും പറയാൻ സാധിക്കില്ല, നമുക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ പെർസെൻറ്റേജ് ആയിരിക്കില്ല ഏറ്റവും ശരി. കാരണം എല്ലാ ബൂത്തും ഇതുവരെ ക്ലോസ് ഡൗൺ ചെയ്തിട്ടില്ല, എല്ലായിടത്തുള്ള റിപ്പോർട്ട് വന്നിട്ടുമില്ല. അപ്പോൾ അതിനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ മത്സരം കേരളത്തിൽ നടന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി. പിന്നെ പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ മുസ്ലിം ലീഗിന്റെ ആളുകൾ വോട്ട് ചെയ്യാൻ വരാത്തതിന് ഞങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ശരി ശ്രീ കൃഷ്ണദാസ്, ഞാൻ എല്ലാവരോടും ഒരു പ്രാഥമികമായ പ്രതികരണം തേടിക്കോട്ടെ. ശ്രീ JR പത്മകുമാർ, ചില വിഭാഗങ്ങൾ വളരെ ബോധ്യത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടെ വോട്ട് ചെയ്യുന്നത് കാണുന്നു. രണ്ട് കൂട്ടരെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഒന്ന്, വലിയ തോതിൽ പ്രത്യേകിച്ചും തീരദേശ മേഖലകളിലെ സ്ത്രീകൾ, ഈ പറഞ്ഞ ന്യൂനപക്ഷ സമുദായങ്ങളിലെ സ്ത്രീകൾ സംഘടിതമായി വന്ന് വോട്ട് ചെയ്യും. ഇപ്പോൾ വൈകുന്നേരമൊക്കെ അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ, തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരദേശ മേഖലകളിലൊക്കെ എത്ര ശക്തമായിട്ടാണ് ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകൾ വന്നതെന്ന് വോട്ട് ചെയ്യുന്നത് എന്ന്. മറുവശത്ത് ശരിയാണ്, വലിയ വിഭാഗത്തിൽ ഈ ഹിന്ദു വിഭാഗത്തിലെ സ്ത്രീകളും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം എടുത്ത് പരിശോധിക്കുമ്പോൾ. അപ്പോൾ
വൈകാരികമായ പ്രതികരണത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊന്നി നിന്നത്, വൈകാരികമായ പ്രതികരണത്തിലേക്ക് വോട്ടർമാരും പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഒരു വലിയ ധ്രുവീകരണത്തിൻ്റെ ചിത്രമാണ് കാണുന്നത്. അത്തരമൊരു വിശകലനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ല, എല്ലാവരും ഒരു കാര്യം തീരുമാനിച്ചു എന്ന് വോട്ട് ചെയ്തു എന്നുള്ള വേണുവിൻ്റെ നിഗമനത്തിനോട് വിശകലനത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. അത് ഈ ഗവൺമെന്റിന്റെ പ്രാന്ത നടപടികൾക്ക് എതിരായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ജനങ്ങളുടെ ഒരു പ്രതിഷേധം അല്ല, ആയിക്കോട്ടെ, എന്നാലും ഒരു ഗവൺമെന്റിന്റെ ചെയ്തികൾ വിലയിരുത്തില്ലേ? ഈ ഡാം തുറന്നു വിട്ട് ആളുകളെ കൊന്നതിനെ വിലയിരുത്തില്ലേ? ഇവിടേക്ക് മരുന്നിന് അഷ്ടിക്ക് പൈസ ഇല്ലാതിരിക്കുമ്പോൾ 50,000 കൊടുത്ത് ഇതിന്റെ ഒരു പ്രധാന കേന്ദ്രം പത്തനംതിട്ടയായിരുന്നു. ആ പത്തനംതിട്ടയിൽ ഈ പറയുന്ന ഡാമിന്റെയും മറ്റും പ്രശ്നങ്ങളൊന്നുമല്ല നിങ്ങൾ പോലും ഉന്നയിച്ചത്. നിങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ബോധപൂർവം അതിനെ വിഷയത്തെ ശബരിമലയിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അതും ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ 3 വർഷത്തെ ഭരണം ആരും വിലയിരുത്തില്ലേ? എല്ലാവരും വിലയിരുത്തും. മുഖ്യമന്ത്രിയും തുറന്ന മനസ്സോടെ അവർ രണ്ടുപേരും ഇന്ന് പറഞ്ഞ എന്താ? ഇന്ന് ചെന്നിത്തല പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞ എന്താ? ഞങ്ങളും തമ്മിലാണ് മത്സരം, നിങ്ങൾക്ക് അവിടെ ഒരു പ്രസക്തി ഇല്ല. രാവിലെ തന്നെ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എല്ലാവരും ഒരേ തൂവൽ പക്ഷികളായി നിന്നിട്ടുണ്ട്. പിന്നെ ന്യൂനപക്ഷ സ്ത്രീകൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വില കുറച്ച് കാണരുത്. ന്യൂനപക്ഷ സ്ത്രീകളെല്ലാവരും ഒരു വർഗീയമായി ചിന്തിച്ച് വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ മുസ്ലിം സമുദായത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഞങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ചത്. മുത്തലാഖ്. കല്യാണം കഴിച്ചതിന് ശേഷം അവരെ ഒന്നും ഇങ്ങനെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് സ്ത്രീകൾ മനസ്സിലാക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പിന്നെ ന്യൂനപക്ഷ സമുദായത്തിന് എവിടെയെങ്കിലും മനസ്സമാധാനമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മനസ്സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ്. വേറെ ഏത് രാജ്യത്തുണ്ട്? ഒരു പറയട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ചൈനയിൽ മുസ്ലിം സമുദായം ഒരു മുസ്ലിമിനെ പോലും പുതുതായി ഉൾപ്പെടുത്തില്ല. അതിന് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരും എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ് ഇവിടെ നിന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രകടനപത്രത്തിൽ അങ്ങനെയാണ്. ബംഗാളിൽ നിന്നൊരു മുസ്ലിം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവിടെ അവർക്ക് പീഡനം ഏറ്റിട്ടല്ലല്ലോ വരുന്നത്. തുഴച്ചു കയറാൻ അല്ലെങ്കിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട്. പാകിസ്ഥാനിൽ നിന്നൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇന്ത്യയിൽ നിന്നൊരു ഹിന്ദു ഇന്ത്യ ഉപേക്ഷിച്ചിട്ട് ബംഗാളിലേക്ക് പോകണമെങ്കിൽ, ബംഗ്ലാദേശിലേക്ക് പോകുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പൗരത്വ രജിസ്റ്റർ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതാണ് പ്രശ്നം. ഒരു വശത്ത് നിങ്ങൾ അവിടെ ഇങ്ങോട്ടേക്കുള്ള മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറയുന്നു, മറുവശത്ത് നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാനും പറയുന്നു. രാജ്യത്തുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കട്ടെ, ഇന്ത്യയിലെ പൗരന്മാരെ കുറിച്ച്. ശരി. ശ്രീ MC ആഷി, ഇവിടെ മുഖ്യമന്ത്രി പറയുകയായിരുന്നു, രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. BJP എല്ലായിടത്തും 3-ാം സ്ഥാനത്തേക്ക് പോകാൻ പോവുകയാണ് എന്ന്. അത് എത്രമാത്രം രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണ്? ഇപ്പോൾ പത്തനംതിട്ടയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കണ്ടാൽ, ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ, കഴിഞ്ഞ തവണ വല്ലാതെ പുറകിൽ നിന്നിരുന്ന വോട്ടിംഗ് ശതമാനം എത്ര കണ്ടുയർന്നിരിക്കുന്നു. അപ്പോൾ അതിലൊരു വൈകാരികത പ്രവർത്തിച്ചിട്ടില്ലേ? അതിൽ ഒരു ജനാഭിലാഷം പ്രകടമാകുന്നില്ലേ? അതിൻ്റെ സ്വഭാവം എന്ത് എന്നതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല എങ്കിലും അതിൻ്റെ തോതളക്കണമല്ലോ. കാര്യമായൊരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ആളുകളുടെ പ്രതികരണങ്ങളിൽ. അതുകൊണ്ട് BJPയെ അങ്ങ് പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ്, UDFും LDFും മാത്രം മുഖാമുഖം നിൽക്കുന്ന അപ്രസക്തമായി BJP മാറുന്ന ത്രികോണ മത്സരം എന്നൊരു സാധ്യതയില്ലാത്ത ഒന്നായിട്ടാണോ നാം കേരളത്തിൽ ഇന്ന് നടന്ന ഈ വലിയ രൂപത്തിലുള്ള ജനപങ്കാളിത്തത്തോടെയുള്ള വിധിയെഴുത്തിനെ കാണേണ്ടത്? അതിലെ ഒരു പൊതുവായിട്ട് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിലെയും കണക്കെടുക്കുമ്പോൾ അത് അങ്ങനെ ഒരു വസ്തുതയല്ലേ? യഥാർത്ഥത്തിൽ എത്ര മണ്ഡലങ്ങളിലാണ് BJPക്ക് കോൺഗ്രസിനോടും മീൻസ് UDFിനോടും LDFിനോടും ഒരു തത്തുല്യ ശക്തിയായി നിന്നുകൊണ്ട് ഒരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വർധനവ് എന്ന് പറയുന്നത് ഇപ്പോൾ നടത്തുന്ന പ്രചരണങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്ന വലിയ ശക്തമായ രാഷ്ട്രീയ ചർച്ചകളുണ്ട്. പ്രളയത്തിന് ശേഷമുള്ള പുനരുദ്ധാരണം സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും തടസ്സങ്ങളും. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ആണ്, അല്ലെങ്കിൽ പരിപൂർണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ജനങ്ങൾ കൂടുതൽ അലർട്ടായിരിക്കും.
ആ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിക്കും. പക്ഷേ പൊതുവായിട്ടുള്ള ഒരു സ്വിങ്, അതായത് കാസർഗോഡ് നടക്കുന്നത് പോലെ തന്നെ പത്തനംതിട്ടയിൽ ഉണ്ടാകുമെന്നും വയനാട്ടിൽ നടക്കുന്നത് പോലെ പാലക്കാട് ഉണ്ടാകുമെന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയില്ല. വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വർധന അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ എന്താകുമെന്നുള്ളത് പിന്നീട് വിലയിരുത്തേണ്ടതാണ്. പക്ഷേ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ BJP മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകുമെന്ന് പറയുമ്പോഴും അതേ വിശ്വാസപരമായ പ്രശ്നം ഇവിടെ UDF വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരേ മുദ്രാവാക്യം തന്നെ രണ്ടുപേർ ഉന്നയിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഗുണം ആർക്ക് ലഭിച്ചു എന്നുള്ളത് വെറും പോളിംഗ് പെർസെൻറ്റേജിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിയുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. ശരി, ശ്രീ NP ചെക്കുട്ടി, അങ്ങയിലേക്ക് വരാൻ വൈകിയത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സാർ. ശ്രീ ചെക്കുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തെ വിലയിരുത്തുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തവണ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇത്ര കർശനമായിട്ടുള്ള ഒരു എന്താ പറയുക ഇഞ്ച് ബൈ ഇഞ്ച് പോരാട്ടം നടന്ന അധികം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എൻ്റെ ഓർമ്മയിലില്ല. ഇപ്പോൾ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന തരത്തിലുള്ള ഒരു കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 3, 4, 5 തവണ വരെ വിവിധ മുന്നണികളുടെ ആളുകൾ വീട്ടുകളിൽ കയറി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരത്തിൻ്റെ ഒരു കാഠിന്യം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തീവ്രത, അത് 3 മുന്നണികളും യഥാർത്ഥത്തിൽ ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്നതിൽ കൂടുതൽ അവർ സമയം ചെലവഴിച്ചിട്ടുണ്ട്, അവർ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു തരത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട വീര്യവും വാശിയും ഇത്തവണ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിലേക്ക് പിന്നെ കൂടുതൽ ശക്തമായിട്ട് വോട്ടിന് ചെയ്യാൻ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ നിന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗുരുതരമായ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കുറേ കൂടി പിന്നെ പല പ്രദേശങ്ങളിൽ ശക്തമായ നിലപാടെടുത്തെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് മലപ്പുറം, പൊന്നാനി പോലെയുള്ള സ്ഥലങ്ങളിൽ അത് പ്രകടിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ അവിടെ അതിൻ്റെ ഒരു വലിയ പ്രസക്തി അവർ കാണുന്നുണ്ടാവില്ല. കാരണം അവിടെ പ്രധാനമായിട്ട് ജയിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ കാര്യമായിട്ടൊന്നും വോട്ടിന് പോയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ പൊതുവിൽ കാണുന്നത് ഇത്തരം ദേശീയ രാഷ്ട്രീയ